അപ്പൊ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഗ്രില്ലഡ് ചിക്കനാണ്. ഗൈസ്, ഇന്ന് നമ്മൾ ഇടവലക്കാരെല്ലാവരും കൂടിയിട്ട് ഒരു കോയിൻ ചുടുന്ന പരിപാടിയാണ്. അങ്ങനെ കോയി വാങ്ങാൻ വേണ്ടി നേരെ കല്ലാച്ചിയുള്ള ചാപ്പയിലേക്ക് പോയി. ഇതാണ് മൊയ്തൂക്ക. ഞങ്ങൾ നാട്ടുകാരനും കൂടിയായിട്ട് നല്ല നാടൻ കല്ലും കൈവാണെങ്കിൽ മൊയ്തൂക്കാന്റെ ഇത് പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ അൽഫാമിന് വേണ്ടിയിട്ടുള്ള കോയും വാങ്ങി, കുറച്ച് മസാലകളും പച്ചക്കറികളും മറ്റു എല്ലാ സാമഗ്രികളും വാങ്ങി നേരെ വണ്ടിയിലിട്ടു. പിന്നീടാണ് നമ്മുടെ പരിപാടി. അങ്ങനെ ആദ്യം തന്നെ ചിക്കനൊക്കെ എടുത്ത് നല്ല വൃത്തിയായി കഴുകിയെടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാതരം മസാലകളൊക്കെ മിക്സ് ചെയ്ത് നേരെ ചിക്കനിലേക്ക് ഇട്ടു. അങ്ങനെ ചിക്കനിലൊക്കെ നല്ലോണം മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിലട വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നൈറ്റ് അങ്ങനെ ആയപ്പോൾ ചുടാനുള്ള തീയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 2 തരം മസാലകളിലാണ് ഞങ്ങൾ അൽഫാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ചുവന്ന മസാലയും നല്ല പച്ച മസാലയായിട്ടാണ് നമ്മൾ ഐറ്റം റെഡിയാക്കിയത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള മറിച്ചിടലും തിരിച്ചിടലും എണ്ണയൊക്കെ ഇട്ട് സംഭവം നല്ലോണം ചുട്ടെടുത്തു. അങ്ങനെ മറ്റൊരു സൈഡിൽ നിന്ന് അൽഫാം തിന്നാൻ വേണ്ടി നല്ലൊരു കിഡിലൻ സലാഡൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. ഇതാണ് അറഫാത്ത് ഖാൻ. ഞങ്ങൾ ഇവിടുന്ന് കോഴി വിടുമ്പോൾ ഇവിടുന്ന് ഇലക്ഷന്റെ വർക്കിലായി. ഫൈനലി എല്ലാം സെറ്റായ ശേഷം ടേബിൾ മേലൊക്കെ എല്ലാം നിരത്തി വെച്ച് നമ്മൾ തിന്നേണ്ട പരിപാടി തുടങ്ങി. അൽഫാമൊക്കെ ഒരു രക്ഷയില്ലായിരുന്ന ഒരു കിഡിലനായിട്ട് തന്നെ. ഈ ഒരു കോഴി ചുടൽ പരിപാടി ഞങ്ങൾ ഇടവലക്കാരെല്ലാവരും കൂടി സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ നിങ്ങൾ ഇടവലക്കാരെയും കൂട്ടി നല്ലൊരു കിഡിലൻ പരിപാടി സെറ്റ് ചെയ്യും.